വെൽക്കം ടു പച്ചവെള്ളം ഏലിയൻ. അപ്പോൾ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയൊരു എക്സാമ്പിൾ ഈ ഏലിയൻ പറയട്ടെ. ഒരു മനുഷ്യന്റെ വയറ്റിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കോടാനുകോടി ബാക്ടീരിയകൾ. അപ്പോൾ ഈ ബാക്ടീരിയകളുടെ ലോകം എർത്ത് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഈ വൻകുടലും ചെറുകുടലും ഒക്കെ അടങ്ങുന്ന ഈ ഒരു വയറാണല്ലോ. അപ്പോൾ ഈ ബാക്ടീരിയകൾ ചിന്തിക്കുകയാണ്, ഹോ എന്തൊരു നല്ല വാസസ്ഥലം, ഭക്ഷണം, ഇവിടെ ഇതൊക്കെ തരുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ ബാക്ടീരിയാസ് ഒരിക്കലും മനുഷ്യന്റെ തലയിലേക്കോ കാലിലേക്കോ ഒന്നും എത്തിപ്പെടാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലാണ്, അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് അറിയാനും പോകുന്നില്ല. ഈ ഒരു വയറ് അത് വലിയൊരു ലോകമാണ്, അത് എല്ലാത്തിൻ്റെയും സെന്ററാണ് എന്നൊക്കെ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുവാണ് ഈ ബാക്ടീരിയാസ്. ഇനി ഈ മനുഷ്യര് ഈ ബാക്ടീരിയകളെയൊക്കെ ഒരുമാതിരിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബീയിങ് ആണ്. ലൈക്ക് ഒരു ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഗട്ടിലെ നല്ല ബാക്ടീരിയാസ് ഒക്കെ തട്ടിപ്പോവും. ഒരു യോഗേർട്ട് പോലെയുള്ള നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ കഴിച്ചാൽ ഈ ബാക്ടീരിയാസ് ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. എന്ന് വെച്ചിട്ട് മനുഷ്യര് ദൈവമാണോ? അപ്പൊ പറഞ്ഞു വന്നത്, ഇത്രയും വലിയൊരു യൂണിവേഴ്സ്, അതിൽ കിടക്കുന്ന ഒരു കണിക പോലും വലിപ്പമില്ലാത്ത എർത്ത്, അതിലെ മനുഷ്യരാണ് ഈ ബാക്ടീരിയാസ് എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ. മനസ്സിലായി